കുടിവെള്ളം കിട്ടാതെ വലയുകയാണ് എറണാകുളം കരിമുകൾ FACT നഗറിലെ കുടുംബങ്ങൾ. SC കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഇവിടെ ദിവസങ്ങൾ വൈകിയാണ് വെള്ളം എത്തുന്നത്. കുടിവെള്ളം കിട്ടാക്കനിയായതോടെ വലിയ തുക നൽകി കുടിവെള്ളം ടാങ്കറുകളിൽ എത്തിക്കേണ്ട ഗതികേടിലാണ് ഇവർ. കരിമുകളുകാരുടെ നെട്ടോട്ടം തുടങ്ങിയിട്ട് FACT വന്നപ്പോൾ അവിടെ നിന്നും കുടിയിറക്കപ്പെട്ട SC കുടുംബങ്ങളാണ് ഇവിടെ അധികവും തിങ്ങി താമസിക്കുന്നത്. കുടിവെള്ളത്തിനായി ഇവർ മുട്ടാത്ത വാതിലുകളില്ല. വർഷങ്ങൾക്ക് മുൻപ് നാടിന്റെ വികസനത്തിന് വേണ്ടി കുടിയിറക്കപ്പെട്ട ജനതയാണ് FACT. പകരം ഇവർക്ക് താമസിക്കുവാൻ ഒരുക്കി കൊടുത്തതാവട്ടെ വെള്ളം കിട്ടാത്ത ഈ മലമ്പ്രദേശവും. 200ഓളം കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. അധികവും പട്ടികജാതി കുടുംബങ്ങൾ. വടവുകോട് പുത്തൻകുരിശ് പഞ്ചായത്തിലെ 12ാം വാർഡ് കുടിവെള്ളക്ഷാമം നേരിടാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. എല്ലാ വർഷവും നമുക്ക് കുടിവെള്ള പ്രശ്നമുണ്ട്. വേനൽക്കാലത്താണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഇത് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ FACTക്ക് സ്ഥലമെടുത്ത് വന്നൊരു SC വിഭാഗം തിങ്ങിപ്പാർക്കുന്ന ഒരു മേഖലയാണ്. അപ്പോൾ ആ വന്ന കാലം തൊട്ട് നമുക്ക് ഈ കുടിവെള്ള പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. പീച്ചിങ്ങച്ചിറ പമ്പ് ഹൗസിൽ നിന്നും പന്നിക്കുഴി പമ്പ് ഹൗസിൽ നിന്നുമാണ് ഇവിടേക്ക് വെള്ളം പമ്പ് ചെയ്യുന്നത്. 50ന്റെ മോട്ടറിൽ നിന്ന് 2 സ്ഥലത്തു നിന്നും ഒരുമിച്ച് പമ്പ് ചെയ്താൽ മാത്രമേ മലയുടെ മുകൾ വശത്തുള്ളവർക്ക് വെള്ളം കൃത്യമായി ലഭിക്കുകയുള്ളൂ. അടൂർ, അമ്പലമുകൾ, രാമല്ലൂർ എന്നിവിടങ്ങളിലും സമാനമായ കുടിവെള്ള പ്രശ്നമുണ്ട്. ജലജീവൻ പദ്ധതി ഇവിടെ നടപ്പാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പഞ്ചായത്ത്. കേന്ദ്ര സർക്കാരിന്റെ 45%, സംസ്ഥാന സർക്കാരിന്റെ 55%വുമാണ് പദ്ധതിയുടെ നീക്കിയിരിപ്പ്. വെള്ളം കുറവാണ് കിട്ടല്. പിന്നെ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല സമയങ്ങളിലുള്ള വെള്ളം വരവാണ്. ഫോഴ്സ് തീരെ കുറവാണ്. എല്ലാവരും വെള്ളം എടുക്കുമ്പോൾ ഞങ്ങൾക്ക് പിന്നെ 10-26 വർഷം പഴയ കണക്ഷനാണ്. അപ്പോൾ എല്ലാവരും പറയണേ ഇങ്ങോട്ടാണ് വെള്ളച്ചാല് കൂടുതലെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് വെള്ളം കിട്ടാറില്ല. വെള്ളം ഇല്ലാത്ത ദിവസം ഇല്ലായി തന്നെ. ബ്രഹ്മപുരം പള്ളിമുകൾ ഭാഗത്ത് 5 ദിവസങ്ങൾ കൂടുമ്പോഴാണ് വെള്ളം എത്തുന്നത്. കുട്ടികളും വൃദ്ധരും രോഗികളും അടക്കം നിരവധി പേരാണ് ജലക്ഷാമം മൂലം ദുരിതം അനുഭവിക്കുന്നത്. പദ്ധതികൾ പലത് പറഞ്ഞതാണ് പലരും പലവട്ടം. പക്ഷേ ഇതുവരെയും ഒന്നും നടപ്പായിട്ടില്ല. ഇനിയെങ്കിലും പുതിയ ജലജീവൻ പദ്ധതി നടപ്പാകും എന്ന പ്രതീക്ഷയിലാണ് ഈ ജനത. അമൽ സുരേന്ദ്രൻ, 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. ഒരു നാട്ടിലെ കുടിവെള്ളത്തിന്റെ പ്രശ്നമാണ്. കുടിവെള്ളം കിട്ടാതെ എങ്ങനെ മുന്നോട്ട് പോകും എന്നാണ് ഇവിടെയുള്ള ആളുകൾ ചോദിക്കുന്നത്. വെള്ളമില്ലാതെ നെട്ടോട്ടമോടുന്ന അവസ്ഥയാണ്. പലപ്പോഴും ഈ ടാങ്കറുകളെ കാത്തു നിൽക്കേണ്ട അവസ്ഥയാണ്. എന്താണ് ആ ജനങ്ങൾക്ക് പറയാനുള്ളത് എന്നത് കേൾക്കാം. അധികൃതർ വളരെ ഗൗരവത്തോടു കൂടി ആ അഭിപ്രായങ്ങൾ കേൾക്കും എന്ന് തന്നെ ഞങ്ങൾ കരുതുന്നു. പ്രതികരണങ്ങളിലേക്ക്. വല്ലപ്പോഴും കിട്ടും. അത് കിട്ടിയതുകൊണ്ട് വല്ല ഫലം ഉണ്ടാവനെ. വെള്ളം വരുന്നത് ചിലപ്പോൾ ഈ നൂല് പോലെ ഇങ്ങനെ വരും. ഇവിടെ മേൽപ്രദേശം ആയതുകൊണ്ട് ഇവിടെ എല്ലാവർക്കും വെള്ളം കിട്ടിക്കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ ഈ ഭാഗത്തോട്ടൊക്കെ വെള്ളം കിട്ടുള്ളൂ. അത് നമുക്ക് മേളിൽ ടാങ്കൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ കിട്ടില്ല. വെള്ളം ഞങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടാറില്ല ചില സമയങ്ങളിലൊക്കെ. പിന്നെ ഇത് ഏറ്റവും പൊക്ക സ്ഥലമാണ്. താഴത്തൊക്കെ ശരിക്കും പറഞ്ഞാൽ വെള്ളം അങ്ങോട്ട് ചെല്ലുന്നതനുസരിച്ച് അവരെടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വെള്ളം കയറി വരാൻ താമസിക്കും. പിന്നെ ഞങ്ങൾക്ക് പഠിക്കുന്ന സമയങ്ങളിൽ മിക്കപ്പോഴും പമ്പ് കംപ്ലൈൻ്റ് ആയിരിക്കും. ഏറ്റവും ടോപ്പ് സ്ഥലം ഇതാണ് ഇപ്പോൾ ടോപ്പ് എന്ന് പറയുന്നത്. ഇവിടെ ഞങ്ങൾക്ക് ഭയങ്കര ക്ഷാമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയെല്ലാം ഇറക്കാണ്. നിങ്ങൾക്കറിയാലോ, കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ. അപ്പോൾ അവരൊക്കെ വെള്ളം എടുത്ത് ഉപയോഗിച്ചതിന് ശേഷം എല്ലാവരും ടാപ്പ് അടച്ചതിന് ശേഷമാണ് ഇങ്ങോട്ട് കയറി വരുള്ളൂ. ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ മിക്ക ദിവസം വണ്ടി വെള്ളം ഇറക്കണത്. വെള്ളം ഒരു 10 മണി കഴിഞ്ഞ് കുറച്ച് വെള്ളം വരും. അത് വന്നു കഴിഞ്ഞാൽ 11 മണി നമുക്കും വെള്ളം നിൽക്കും. വെള്ളം ഇങ്ങോട്ടൊന്നും വെള്ളം കയറണില്ല. അത് രാത്രിയിലാണ് വെള്ളം വന്നത് ഇവിടെ. കുടിവെള്ളത്തിന് ക്ഷാമമുണ്ട്. ഇവർ 12 മണി ഒക്കെ കഴിഞ്ഞിട്ടൊക്കെ കാണും. ഞങ്ങൾ ഈ പണിയും കഴിഞ്ഞ് വന്നിട്ട് ഇവിടെ വന്നിട്ട് കുറച്ച് കുളിച്ച് അത് വെള്ളം നൂല് പോലെ വന്നത്. ഞാനതുകൊണ്ട് വണ്ടിക്ക് വെള്ളം അടിക്കണത്. അപ്പോൾ വെള്ളം 12 മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർക്കും എടുക്കാൻ പറ്റില്ലല്ലോ. പിള്ളേരൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ അത് കാരണം വെള്ളം ഇല്ലാത്ത കാരണം ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ മുമ്പും പറയാറുള്ളതാണ്, നമ്മുടെ നാട്ടിൽ എന്ത് വലിയ വികസനം വന്നു എന്ന് പറഞ്ഞാലും നമ്മുടെ നാട്ടിൽ കുടിവെള്ളമില്ലാതെ ആളുകൾ ജീവിക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ഒരു വലിയ പ്രതിസന്ധിയില്ല. പിന്നീട് നമ്മൾ കൊണ്ടുവന്നു എന്ന് പറയുന്ന വികസനത്തിലൊന്നും വലിയ പ്രസക്തിയും ഇല്ലാതായി പോകുന്ന നിലയായിരിക്കും അപ്പോഴുണ്ടാവുക.